ലയണൽ മെസ്സിയെ ഉറക്കിക്കിടത്തും. ഇംഗ്ലണ്ടിന്റെ ലെജൻസ് പറഞ്ഞിട്ടുള്ള വേർഡാണ്. അവരോടാണ് ഇംഗ്ലണ്ടിനെ ലയണൽ മെസ്സി ഉറക്കിയിട്ടുണ്ട്. 2-1 ഇംഗ്ലണ്ടിനെ അർജന്റീന പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ലയണൽ മെസ്സിയാണ് ഈ 2 ഗോളിനും അസിസ്റ്റ് നൽകിയിട്ടുള്ളത്. സോ ഇനി മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യ പകുതി ഒരു ആവറേജ് കളിയായിരുന്നു. 2 ടീമുകളും കളിച്ചിട്ടുണ്ട്. ഒരുപാട് ഫൗളുകൾ പറഞ്ഞിട്ടുള്ള ആദ്യ പകുതിയായിരുന്നു. പിന്നീട് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ലീഡ് പിടിക്കാൻ വേണ്ടി ഇംഗ്ലണ്ട് നന്നായിട്ട് കളിച്ചു. അതിന്റെ ഫലം എന്നോണം 55-ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് ലീഡ് എടുത്തു. പക്ഷേ അതോടെ ഇംഗ്ലണ്ടിന്റെ ടാക്ടിക്സ്, ഇംഗ്ലണ്ടിന്റെ കളി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇംഗ്ലണ്ട് കോച്ച് എടുത്തിട്ടുള്ള ആ ഒരു വൃത്തികെട്ട ടാക്ടിക്സ് ആണ് ഇംഗ്ലണ്ടിന്റെ ഈ ഒരു പതനത്തിന് കാരണം. അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവ് 55-ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് ലീഡ് എടുത്തതിന് ശേഷം അർജന്റീന 88% ബോൾ പൊസിഷൻ, വെറും 12% ഇംഗ്ലണ്ടിന്റെ ബോൾ പൊസിഷൻ. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഡിഫെൻസീവ് ഗെയിമാണ് ഇംഗ്ലണ്ട് കളിച്ചിട്ടുള്ളത്. ഹാരി കെയ്ൻ തന്നെ മത്സരശേഷം ഈ ഒരു ടാക്ടിക്സിനെതിരെ പരസ്യമായി വിമർശിച്ചിട്ടുണ്ട്. ആ ഒരു ഗോളിന്റെ പിൻബലത്തിൽ വിജയിക്കാൻ മാത്രമാണ് ഇംഗ്ലണ്ട് ശ്രമിച്ചിട്ടുള്ളത്. ആ ഒരു ഗോള് നിലനിർത്തുക, പ്രതിരോധിച്ച് കളിക്കുക, ആ ഒരു ടാക്ടിക്സ് ഒന്നും ഈ ഒരു വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് സ്റ്റേജിൽ മതിയാവില്ല എന്നുള്ള രീതിയിലാണ് ഹാരി കെയ്ൻ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലായതാണ് ഇത് ഇംഗ്ലണ്ട് തോൽക്കുമെന്ന്. കാരണം അർജന്റീന എജ്ജാതി അറ്റാക്കിംഗ് ആണ്, ബീസ്റ്റ് മോഡ് ഓൺ ആയിരുന്നു. എത്ര അവസരങ്ങളാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. ഗോളി പോസ്റ്റിന്റെ രൂപത്തിലും അതുപോലെ ഗോളിയുടെ രൂപത്തിലും ഒക്കെ ആണ് മത്സരത്തിന്റെ 88-ാം മിനിറ്റ് വരെയെങ്കിലും ഇംഗ്ലണ്ടിന് ലീഡ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഏത് നിമിഷവും അർജന്റീന ഗോൾ നേടുമെന്നുള്ള ഒരു പ്രതീതിയായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ഈ ഒരു ടാക്ടിക്സ് പാളി പോയിട്ടുണ്ട്. ഓൾറെഡി അർജന്റീന പ്രൂവ് ചെയ്തതാണ്. ഈജിപ്തിനെതിരെ 2 ഗോളിന് പിറകിൽ നിന്നതിന് ശേഷമാണ് അർജന്റീന തിരിച്ചടിച്ച് വിജയിച്ചിട്ടുള്ളത്. സ്വിറ്റ്സർലാൻഡിനെതിരെ എക്സ്ട്രാ ടൈമിൽ നേടിയിട്ടുള്ള ഗോളിലും അർജന്റീന വിജയിച്ച് കയറിയതാണ്. സോ ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ അർജന്റീന പ്രസ് ചെയ്ത് കളിക്കുന്ന സമയത്ത് അവർക്ക് ഗോൾ നേടാൻ പറ്റും. ആ ഒരു ലെവൽ കോൺഫിഡൻസ് മെന്റാലിറ്റിയോട് കൂടിയിട്ടാണ് അർജന്റീന കളിക്കുന്നത്. അവരോട് ബസ് പാർക്കിംഗ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ ഡിഫൻഡ് ഗെയിം കളിച്ചുകൊണ്ട് ആ ഒരു ഗോളിന്റെ പിൻബലത്തിൽ വിജയിക്കാമെന്ന് കരുതിയിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ ടാക്ടിക്സ് ആണ് പാളി പോയിട്ടുള്ളത്. ഒരു ചെറിയ ടീം ഒരു ഗോളിന്റെ ലീഡ് കിട്ടുന്ന സമയത്ത് ഡിഫൻഡ് ചെയ്ത് ജയിക്കാൻ നോക്കുന്നത് ഓക്കെ. ഇംഗ്ലണ്ടിനെ പോലെയുള്ള ഒരു ടീം അർജന്റീനക്കെതിരെ ഒരു ഗോളിന്റെ പിൻബലത്തിൽ ആ ഒരു ഗോളിൽ കടിച്ചു തൂങ്ങി വിജയിക്കാനുള്ള ടാക്ടിക്സ് പാളി പോയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. സോ കുറച്ചെങ്കിലും ഒന്ന് അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പ്രോപ്പർ കൗണ്ടർ അറ്റാക്കിംഗ് എങ്കിലും 55 മിനിറ്റിന് ശേഷം ഇംഗ്ലണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അർജന്റീനക്ക് ഈ രീതിയിൽ പ്രസ് ചെയ്ത് കളിക്കാനുള്ള ഒരു അവസരം, ഒരു സ്പേസ് കിട്ടില്ലായിരുന്നു. ഏതായാലും കിടിലൻ കളിയായിരുന്നു അർജന്റീന കാഴ്ച വെച്ചിട്ടുള്ളത്. വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള വിജയം തന്നെയാണ്. ഇംഗ്ലണ്ട് അർഹിച്ച തോൽവിയാണ്. ലീഡ് നീട്ടിയിട്ട് പോലും അത് കുളമാക്കിയിട്ടുള്ള ഒരു ടാക്ടിക്സ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കുക. അതുപോലെ ഫുട്ബോൾ റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.